ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് ചെടിയൊക്കെ വാങ്ങിക്കാൻ നഴ്സറിയിലൊക്കെ പോയിട്ട് ആ വിശേഷം, പിന്നെ നമ്മുടെ വീട്ടിൻ്റെ എന്താ പറയുക ചെടികളൊക്കെ നടാനുള്ള സ്ഥലമൊക്കെ ഒന്ന് ഒരുക്കണ്ടേ, ആ വിശേഷമൊക്കെയാണ്. പിന്നെ പെയിൻ്റ് അടി തീർന്നതിൻ്റെ വൃത്തിയാക്കൽ ഇനിയും അങ്ങോട്ട് തീരണമുള്ളൂ. അപ്പോൾ അത് സാധാരണ സൺഡേയിൽ 7 മണി 8 മണിയൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് 6 മണിക്ക് തന്നെ കണ്ണൂർന്നെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് മനസ്സിൽ വിചാരിക്കുന്നതാണ് സൺഡേയിൽ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. വെച്ചാൽ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ നമുക്ക് പുല്ല് പറിക്കലൊക്കെ കഴിയണം. അല്ലെങ്കിൽ വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തലവേദനയായിരിക്കും. കുറച്ച് നാളായിട്ട് തലവേദന ഒഴിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ അത് അവിടെയൊക്കെ കണ്ടില്ലേ, ആകെ കാട് പിടിച്ച് നമ്മൾ പെയിൻ്റ് അടിച്ചതിൻ്റെ ഓരോ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നമുക്ക് ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഇതൊന്നും വൃത്തിയാക്കാനായിട്ട് പറ്റില്ല. മുറ്റത്തെ കാര്യങ്ങൾ ഇവിടെ ആ ചെമ്പരത്തേക്ക് ഈ ഒരു പരുവായി മത്തങ്ങ പടർന്നേക്കണു, ചീര വളർന്നേക്കണു, പുല്ല് വളർന്നേക്കണു, ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങടേ എടുത്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി കളയേണ്ടത് കളഞ്ഞ് എടുത്തു വയ്ക്കേണ്ടത് എടുത്തു വയ്ക്കണം. അതേപോലെ തന്നെ ഈ കാടും പടലൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഇവിടെ എനിക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പ്ലാസ്റ്റിക്കുണ്ട്, കുറേ നമ്മുടെ കളയാനുള്ള പാത്രങ്ങളുണ്ട്. പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ വരുന്ന തമിഴന്മാർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. പക്ഷേ അലുമിനിയത്തിൻ്റെയൊക്കെ നമുക്ക് കൊണ്ടു കൊടുത്താൽ കുറച്ചെങ്കിലും പൈസ കിട്ടും. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമുള്ളൊരു പാത്രം വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് എടുക്കുന്ന ദിവസം അതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം നോക്കിയപ്പോൾ ആദ്യം നമ്മുടെ ദോശക്കല്ലാണ്. ഞാൻ ഈ ദോശക്കല്ല് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ കത്തൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും കുറേ ടൈം പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തിരക്കുള്ള ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതാ കുറേ പായകളൊക്കെ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ. കുറേ പായകളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലയ്ക്ക് പോകാനൊക്കെ വാങ്ങിച്ചതും. പിന്നെ മലയ്ക്ക് പോണ സമയത്ത് വീട്ടിൽ നിന്ന് നാത്തൂനും 2 പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും ഒക്കെ പൊടിഞ്ഞു. അപ്പോൾ അതൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല, ഒക്കെ കളയണം. അപ്പോൾ അതാ ഇനി ചെമ്പരത്തീനെ എൻ്റെ മോളിൽ കൂടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പടർന്ന് കയറിയിരിക്കണം കേട്ടോ, ആ വള്ളിപ്പടർപ്പ്. അത് വെട്ടാനും പറ്റില്ല, വലിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ഈ ഒരു വശത്തും ചെമ്പരത്തീര ഇതേപോലെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടേക്ക് വല്ലാണ്ട് അങ്ങോട്ട് കയറില്ലല്ലോ വള്ളിപ്പടർപ്പൊന്നും. ഈ ബാക്കിലാണെന്ന് ചൊക്ക അങ്ങോട്ട് പടർന്ന് കയറുകയാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു ചെമ്പരത്തിയുമ്പോൾ കയറി ആ ചെമ്പരത്തി അങ്ങോട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ വെട്ടാൻ നോക്കുകയാണ്. അപ്പോൾ വെട്ടുകൊത്തിക്ക് മൂർച്ച പോരാ. അത് കാരണം കൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വെട്ടാനായിട്ട് പറ്റണില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെട്ടി വെടുപ്പാക്കിയതാ. ഇവിടെ ഈ സൈഡിലും നല്ല പുല്ലുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വരെ വൃത്തിയാക്കി കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡ് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം തന്നെ നമ്മളെല്ലാതും ചെയ്താൽ പറ്റാണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഇവിടെയും ഈ ഒരു പരുവത്തിലാക്കിയെടുത്തു. ആ ഒരു സൈഡ് മുറിച്ച് ഞാൻ വന്നപ്പോൾ നമ്മുടെ മത്തൻ്റെ വള്ളി മുറിച്ചു കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ നിന്ന് മുളച്ച് പടർന്നു വന്നതായിരുന്നു മത്തൻ. അപ്പോൾ പിന്നെ രക്ഷയില്ല, മത്തൻ നമുക്കെടുത്ത് കളയാൻ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതൊക്കെ വള്ളിപ്പടർപ്പായതുകൊണ്ടൊക്കെ മുറിച്ച് കളയാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ കുറേയൊക്കെ പുല്ലുകൾ പറിച്ച് കളഞ്ഞു കണ്ടില്ലേ മത്തൻ നമ്മുടെ. അപ്പോൾ ചേട്ടൻ കൊണ്ട് കളയാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു കളയണ്ട, അതിന് മൂക്കാത്ത ഇലയും പൂവൊക്കെ എടുത്ത് നമുക്ക് ചെറിയൊരു തോരൻ വയ്ക്കാം. ആദ്യത്തിന് വലിയ ഇഷ്ടമാണ് കേട്ടോ മത്തൻ തോരയും. അതേപോലെ മുരിങ്ങയില ഒക്കെയാണ് അവനിഷ്ടം. പച്ചച്ചീര അവന് ഒട്ടും ഇഷ്ടമല്ല. സാദാ ചീര അവന് ഒട്ടും ഇഷ്ടമല്ല, കഴിക്കില്ല. സൈകൂട്ടനാണ് അത് ഇഷ്ടമുള്ളത്. അപ്പം അങ്ങനെ ആ പുല്ലൊക്കെ പറിച്ച് ഇനി മുറ്റൊക്കെ അടിച്ചു. ചേട്ടൻ ഈ വെപ്രാളം കൂട്ടി വലിയ പുല്ല് അങ്ങനെ വേഗം പറിക്കും. ഞാനാണെന്ന് വെച്ചാൽ ഫിനിഷിങ് ആയിട്ട് പതുക്കെ പറിക്കും, അങ്ങനെയാണ്. അപ്പോൾ ചേട്ടൻ ആദ്യം പറിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നാലെ ഫിനിഷിങ് ആക്കി പറിക്കും. അങ്ങനെയാണ് കൂടുതലും ചെയ്യുക കേട്ടോ. പിന്നെ നല്ലോണം അടിച്ച് അങ്ങോട്ട് എടുത്തു. മത്തൻ്റെ പൂവും ഇലയും മൂക്കാത്തതും എല്ലാതും പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഫുള്ളായിട്ടൊന്നും എടുക്കണമെന്നില്ല, ചെറിയൊരു തോരൻ വെക്കാനുള്ളത് മാത്രം. ഇപ്പോൾ കറികൾക്കൊന്നും അത്ര ചിലവില്ല. അനുസരിക്കൂട്ടം അടുത്ത മാസം തുടങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചിലവായിക്കോളും. അവനും കൂടി ആകുമ്പോൾ ആദ്യത്തിന് നന്നായിട്ട് കഴിക്കും. അപ്പോൾ നമ്മളും കഴിക്കും കേട്ടോ. അവൻ കഴിക്കുന്ന കാണുമ്പോൾ ഇത് ഓരോരുത്തർ കഴിക്കാണ്ടാകുമ്പോൾ നമ്മളും കഴിക്കാണ്ടാവും, അങ്ങനെയാണ്. അവിടെ നമ്മുടെ മധുരക്കിഴങ്ങ് പറിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് കളഞ്ഞതായിരുന്നു. അത് പടർന്ന് ഇങ്ങോട്ട് കയറിയിട്ട് മധുരക്കിഴങ്ങ് കുറച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പറിക്കാൻ നോക്കിയില്ല കേട്ടോ. ഇങ്ങോട്ട് കയറി നിന്നായിരുന്നു 1-2 പറിച്ചെടുത്തു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ചക്ക ഉണ്ടല്ലോ, എന്തെന്നാ ഈ ചക്കയുടെ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞു ചക്ക നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഒരു പാപ്പൻ്റെ മോൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ചക്ക ഉണ്ടായിട്ടുണ്ട്, അതിനെ ഒന്ന് കെട്ടിക്കൊടുത്തു. പിന്നെ ഇങ്ങനെ കിടന്നായിരുന്നു നമ്മൾ ഇങ്ങനെയാക്കി മാറ്റി കേട്ടോ. അപ്പോൾ എത്ര പണിയെടുത്തിട്ടുണ്ടാവും എന്നറിയാലോ. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ തുടങ്ങിയിട്ട് 8 മണി ഏകദേശം 8:30 വരെയൊക്കെ പണിയെടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അങ്ങനെ കുറേ സാധനങ്ങളും കളയാനും ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാതും കൂടി. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ തണ്ണിമത്തൻ എന്താ ഇത് രണ്ടും ഒരേ പീസായിരിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ചേട്ടൻ കൊത്തി അരിഞ്ഞിങ്ങാട്ട് നമുക്ക് ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതല്ലേ, വെയിൽ ഉദിച്ചപ്പോഴേക്കും അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഇതൊരു ജ്യൂസാക്കിയിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടു. നാരങ്ങ പിഴിയണമെന്ന് ചോദിച്ചു. ആദ്യത്തിന് നാരങ്ങ പിഴിയും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ.
എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പങ്കുവെച്ചെടുത്തു. ആദ്യത്തിന് ആ ഇതിൻ്റെ പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. ആദ്യത്തെ എഴുന്നേറ്റിട്ടില്ല. ആദ്യത്തെ രാത്രിക്ക് ഇരുന്ന് പഠിച്ച് നേരം വെളുക്കുമ്പോഴൊക്കെ ആവും ചിലപ്പോൾ കിടന്നുറങ്ങുക. അപ്പോൾ അത് കാരണം അവൻ അങ്ങനെ പഠിക്കാൻ രാത്രി പഠിക്കാതിരിക്കും അങ്ങനെയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ തന്നെ അവരുടേതായ കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ ഫുഡ് കഴിച്ചോ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇന്നൊന്നും വെച്ചിട്ടില്ല. ചിത്ര നേരം നമ്മൾ പണിയല്ലായിരുന്നു. അപ്പോൾ ചോറ് തലസ്ഥ ഉണ്ടായിരുന്നു, ബാക്കി അതൊന്നും തിളപ്പിച്ച് ഊറ്റി. തലസ്ഥ മോരുകറി ഉണ്ടായിരുന്നു, അതൊന്നും തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഉണക്കമീൻ വറുത്ത് അങ്ങനെ രാവിലെ ആ ഒരു ഉള്ള ചോറ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ഉച്ചയ്ക്ക് വിശപ്പുണ്ടായിരുന്നില്ല, പക്ഷെ രാവിലെ നല്ല വിശപ്പായിരുന്നു. നമ്മൾ ഈ നേരം വരെ പണിയെടുക്കല്ലായിരുന്നു. അങ്ങനെ ഉണക്കമീൻ കൂട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് ചോറൊക്കെ ഉണ്ടു. കുറച്ച് കറികളുള്ളെങ്കിലും നമ്മൾ പണിയെടുത്ത് കയറി വന്ന് അപ്പം തന്നെ നമുക്ക് നല്ല വിശപ്പാവും. അങ്ങനെ ഞാൻ നല്ലോണം ചോറൊക്കെ ഉണ്ടു, ചേട്ടന് നല്ലോണം ചോറുണ്ടു. വീണ്ടും നമുക്ക് അടുത്ത ജോലിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നഴ്സറിയിലേക്ക് പോകണം. കുറേ പരിപാടികളുള്ളത് ഒരു ദിവസമാണ്. 2 വ്ളോഗാണ് ഈ ഒരു ദിവസം എടുത്തത് കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗും ഈ സൺഡേ തന്നെ എടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ മോരുകറി ഉണക്കമീനും പ്രത്യേക കോമ്പിനേഷനാണ് കേട്ടോ. ചള വറുത്താഞ്ച് പിന്നെ പറയാനില്ല, ഉണക്കമീനും മോരുകറി അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടിരാം. അപ്പോൾ ആദ്യത്തിന് 2 വറുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് നഴ്സറിയിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത്ര സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ നല്ല നല്ല പുല്ലാണ് കേട്ടോ. ഇത് ആടും പശുവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അത്രയും നല്ല പുല്ലാണ്. കുഞ്ഞ് കറുകപ്പുല്ല് എന്ന് പറയില്ലേ, അതേപോലത്തെ പുല്ലായിരുന്നു. പറിച്ച വേമയം പോരും. അപ്പോൾ അതൊക്കെ പറിച്ച് ഞാൻ കളഞ്ഞു. ഞാൻ വേഗം കുളിച്ച് യാത്രയാവാനായിട്ട് പോയി കേട്ടോ. ചേട്ടൻ കുറച്ച് സമയം എടുത്തു വരാനായിട്ട്. ഞാൻ പിന്നെ അവിടെ നിന്ന് മുറ്റടിച്ചിട്ടു. അവിടെ പിന്നെയും കുറേ പ്ലാസ്റ്റിക്കും ചാക്കുകളും നമ്മൾ പെയിൻ്റ് അടിച്ചതിൻ്റെ ടിന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതാത് സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു കേട്ടോ. ഇനി സൈഡിലും കൂടി ചെയ്യേണ്ടതുണ്ട്. അത് ഉച്ച തിരിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചു. നഴ്സറി പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ യാത്രയായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് കുളിക്കണുള്ളൂ. ഈ കറുത്തലവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ ഓഫീസിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അത്ര തികഞ്ഞില്ല. അപ്പോൾ എനിക്കധികം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കൊതി മൂത്തിട്ട് ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ വീണ്ടും വാങ്ങിച്ചുകൊണ്ട്, അപ്പോൾ അതൊരു പീസ് കഴിച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് 3-4 കഷ്ണം എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി. പിന്നെ തലമുടിയൊന്നും ഞാൻ അഴിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തല കുളിച്ചിട്ടില്ല കേട്ടോ, മേല് മാത്രം കഴുകിയുള്ളൂ. 2-3 പ്രാവശ്യമൊക്കെ തല കുളിച്ചാൽ എനിക്ക് നീർക്കിട്ട് വരുമെന്ന് നല്ല പേടിയുണ്ട്. ചോറാശൊക്കെ വന്ന് മാറിയിട്ടല്ലേ ഉള്ളൂ, വയ്യായികളൊക്കെ മാറി ഉഷാറായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുളിക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കുക. എത്ര ചൂടായാലും ഇത്തിരിശെങ്കിലും ചൂടുള്ള വെള്ളത്തിലാണ് ഇപ്പോഴും കുളിക്കുക. ഇന്നൊക്കെ പച്ചവെള്ളത്തിൽ കുളിച്ചു കേട്ടോ, അത്ര ചൂടല്ലേ. അങ്ങനെ ഞങ്ങളിത് ആ നഴ്സറി തപ്പി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചെന്ന് കയറിയ നമ്മുടെ അഗ്രികൾച്ചറിൽ മണ്ണുത്തിയിൽ പോയപ്പോൾ അവിടെ ഇന്ന് അവധി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട ദിവസം എപ്പോഴെങ്കിലും വന്നാലാണ് നമുക്ക് കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു പേടിക്കണ്ട, വേറെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി നോക്കാം, അത്ര വലിയ പൈസയൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു. കാടും മടലൊക്കെ അവിടെ എല്ലായിടത്തും. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ കുറെ കഴിഞ്ഞ് ഒരു വലിയൊരു നഴ്സറി പോലത്തെ ഒരു സ്ഥലം ഒരു ചെടിക്ക് 250 രൂപ. പിന്നെ ഏറ്റവും കുഞ്ഞ കവറിലുള്ള ചെടി ഉണ്ടല്ലോ അതിന് 80 രൂപ. അപ്പം അത് വീഡിയോ എടുക്കാനൊന്നും ചേട്ടൻ സമ്മതിച്ചു. ഞാൻ വിചാരിച്ചു ഒരു ചെടി മേടിച്ചിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ പക്ഷെ സമ്മതിച്ചില്ല. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങൂട്ടാ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം അങ്ങനെ കുറേ പോന്നപ്പോൾ ഒരു കുഞ്ഞൊരു വീട്ടിൽ നിറയെ ചെടികളുള്ള ഒരു വീട് കണ്ടു. അപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നി. അപ്പം അങ്ങനെ അവിടെ കയറിയിട്ടാ. അവിടെ 10 രൂപ, 20 രൂപ, 30 രൂപ, കൂടിയത് 100 രൂപയാണ് ഒരു ചെടിക്കൊക്കെ അവിടെയുള്ള. അവിടെ 250 പറഞ്ഞതാണ് കേട്ടോ, ഇവിടെ 100 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സാധാരണക്കാർ ഇവർക്ക് പ്രത്യേകിച്ച് വാടക കൊടുക്കാനോ ഒന്നും വേണ്ടല്ലോ, വേറെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. അപ്പോൾ അതിനുള്ള വില കുറവ് കൂടി ഉണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവരൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് ചെടിയൊക്കെ വാങ്ങിക്കുകയാണ് നല്ലത്. അവർക്കും ഒരു സഹായമാണ്, നമുക്കും ഒരു സഹായമാണ് കേട്ടോ, എല്ലാം കൊണ്ടും. അപ്പം ഞാനിങ്ങനെ ചേച്ചിയൊന്നും പറയാൻ പറ്റില്ല, സെയിം എൻ്റെ ഏജ് തന്നെയാണ്. ഞങ്ങളുടെ വെല്ലിച്ചൻ്റെ മോൻ ആ ഭാഗത്ത് വീടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവരെ മോളുടെ കൂടെ പഠിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു സെയിം ഏജ് ആണ്. അപ്പം ഇങ്ങനെ ഈ ഒരു കൊങ്ങിണിപ്പൂ എന്നല്ലേ പറയാം നമ്മളിതിനെ, കൊങ്ങിണിപ്പൂവാണ് പല വെറൈറ്റി ഉള്ളത്. അത് ഞാൻ വാങ്ങിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്ര സെറ്റ് ചെയ്തിട്ടില്ലല്ലോ, കുറച്ചൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ പോയി വാങ്ങിക്കാം. അപ്പോൾ ചേട്ടന് ഈ ഒരു കളർ ഇഷ്ടമായി, ഞാൻ അതിൻ്റെ ഓറഞ്ചാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നല്ലോണം വീഡിയോ എടുക്കുക, എൻ്റെ നമ്പറൊക്കെ കാണിച്ച് ആ ഫോൺ നമ്പർ ഞാൻ എനിക്ക് നോക്കി എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തിട്ട്
ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ. ഉണ്ടാ കശുമാവിൻ്റെ അവിടെ മാടക്കത്ര പുഴവഴിയിൽ കശുമാവിൻ്റെ അവിടെ അങ്ങനെ എങ്ങോട്ടാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ നമ്പർ. അപ്പോൾ നമുക്കതോടെ ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് നമ്പർ നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒന്ന് പോയി വാങ്ങിക്കുക. ഈ കുട്ടിയുടെ അടുത്തൊക്കെ പോയിട്ട് വാങ്ങിക്കുക. വലിയ വലിയ നഴ്സറികളിൽ പോണേക്കാളും നമ്മളെപ്പോലുള്ളവർക്ക് താങ്ങും ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അവർക്കും അതൊരു വലിയൊരു സഹായമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ചെടി ഞാൻ വാങ്ങിച്ചു. ഇതാണ് ഒരു 120 രൂപ പറഞ്ഞിട്ട് 100 രൂപയ്ക്ക് തന്നത്. 2-3 ചെടിക്കൊന്നും പൈസ കൂട്ടി പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ പേരൊക്കെ ഓരോന്നിൻ്റെ പേരൊക്കെ ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എനിക്കങ്ങനെ പേരൊന്നും അറിയണില്ല. ഈ ചെടി ഞാൻ വാങ്ങിച്ചില്ല അവിടെ വലിയ ഇതിലാണ്. പക്ഷേ നാത്തൂൻ്റെ അവിടേക്ക് ആങ്ങളേരോടേക്ക് പോയപ്പോൾ നാത്തൂൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് എനിക്കത് പറഞ്ഞു. എക്സിക്കോളിമ, പിന്നെ ഇത് മറ്റേ ഫിലോഡൻഡ്രോൺ, ഇത് മറ്റേ കലാത്തിയ, പിന്നെ ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ. പിന്നെ ഇത് പീസ് ലില്ലി, പാർട്ടിഫില്ല എന്നും പറയും. ഇത് മിനിച്ചർ ബാമ്പു, ഇടക്കോമ, ഇത് കലേഡിയം, ഇത് കലാത്തിയ, ഇത് മോൺസ്റ്റാറ, ഇത് മഞ്ജുളപ്പോത്തോസ്, മറ്റേ മണി പ്ലാന്റ്, ബിഗോണിയ, മറ്റേ ഇതിൻ്റെ പേര് ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ്. അപ്പം അങ്ങനെ എല്ലാ ചെടിയുടെ പേരും കിട്ടിയില്ലേ. പിന്നെ അതൊരു കാർഡ്ബോർഡ് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചാണപ്പൊടിയൊക്കെയാണ് കേട്ടോ വളമായിട്ടിരുന്നത്. എന്തിട്ടാണ് വളരുന്നതെന്ന് ചോദിച്ചപ്പോൾ ചാണപ്പൊടിയാന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി തന്നു കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് ഞങ്ങളിത് ഇങ്ങനെ പോന്നു. ഞങ്ങളൊരു കവറൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്ക് വെച്ചാൽ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് അത്യാവശ്യം ചെടികൾ കിട്ടിയതിൻ്റെ സന്തോഷം. പിന്നെ അങ്ങനെ പോകുന്നപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇനി ചെന്ന് ചോറൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാ ഇത് സ്ത്രീശക്തിക്കാരുടെ ഫുഡ് കൊടുക്കണം, ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ 30 രൂപയുള്ള ഒരു ചോറിന് അങ്ങനെ 2 ചോറ് പാർസൽ വാങ്ങിച്ചു. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ അതാ ഇതൊക്കെയാണ് ചെടികൾ. ഇനി ഇത് സെറ്റ് ചെയ്യണ വീഡിയോ, അതേപോലെ തന്നെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെയുള്ള സെറ്റിംഗ് വീഡിയോ ഒക്കെ അടുത്ത ആഴ്ച ഇടാം. ഇനി ദിവസം ഞാൻ ജോലിക്ക് പോകല്ലേ, നമുക്കപ്പോൾ ദിവസം ഇതൊന്നും കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ അത് വേറെ ഒരു വീഡിയോ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ചെടികളിൽ ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടികൾ, താഴെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെടികളുണ്ട്. പിന്നെ നമുക്ക് ഒരു കുട്ടി ചെടികൾ അയച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അയച്ച് തരുമ്പോൾ അപ്പോൾ അതും കൂടി ആവുമല്ലോ. പിന്നെ ഇത്രയും ചെടികൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു രേണുക എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരിനെയും കൂടി കണ്ടു. പാമ്പൂര് വെച്ചിട്ട് ബസ് കയറാൻ ഞാൻ ഓട്ടത്തിലാണ് കണ്ടത്. രേണുക ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ച് ഓടി വന്ന് അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചു. അപ്പോൾ വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഇനി അടുത്ത ദിവസം കാണാം.